രോഗനിർണയം, രോഗചികിത്സ എന്നീ മേഖലകളിൽ ഡോക്ടർമാരെ സഹായിക്കുന്ന വ്യക്തികളാണ് പാരാമെഡിക്കൽ സ്റ്റാഫ്. വിവിധ തരത്തിലുള്ള പാരാമെഡിക്കൽ മേഖലകൾ നമുക്കിന്ന് ലഭ്യമാണ്. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി, ഒപ്റ്റോമെട്രി, ഫിസിയോതെറാപ്പി, ഓക്യുപേഷണൽ തെറാപ്പി, പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ്, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, കാർഡിയോവാസ്കുലർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, അനസ്തേഷ്യ ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, റേഡിയോതെറാപ്പി ടെക്നോളജി, യൂറോളജി ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, ബ്രോങ്കോസ്കോപ്പി ടെക്നീഷ്യൻ, പൾമനറി ഫംഗ്ഷൻ ടെസ്റ്റ് ടെക്നീഷ്യൻ, സ്ലീപ്പ് ലാബ് ടെക്നീഷ്യൻ, റെസ്പിറേറ്ററി ടെക്നോളജി, റെസ്പിറേറ്ററി തെറാപ്പി, എംബാമിംഗ് ആൻഡ് മോർച്ചറി സയൻസ്, മെഡിക്കൽ ആനിമേഷൻ ആൻഡ് ഓഡിയോ വിഷ്വൽ ക്രിയേഷൻ, പബ്ലിക് ഹെൽത്ത്, ഡെൻ്റൽ മെക്കാനിക്സ്, ഡെൻ്റൽ ഹൈജീൻ, ഡെൻ്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻറ്റ്. ഇവയൊക്കെ ഈ മേഖലയിലെ ചില കോഴ്സുകളാണ്. ഇവയിൽ പല കോഴ്സുകളും ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ ചില കോഴ്സുകൾ പഠിക്കുന്നവർക്ക് പുറത്തും അല്ലെങ്കിൽ ആശുപത്രിയുമായി ബന്ധപ്പെടാതെയും പ്രവർത്തിക്കുവാനുള്ള സാഹചര്യമുണ്ട്. ഉദാഹരണത്തിന് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി പോലെയുള്ള കോഴ്സ് പൂർത്തിയാക്കുന്ന ഒരു വ്യക്തിക്ക് ആശുപത്രിക്ക് പുറത്തും പ്രവർത്തിക്കുവാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നതാണ്. അതേസമയം പെർഫ്യൂഷൻ ടെക്നോളജി പോലുള്ള കോഴ്സുകൾ പൂർത്തിയാക്കുന്നവർക്ക് ഒരു ആശുപത്രി സംവിധാനത്തിൽ മാത്രമേ പ്രവർത്തിക്കുവാൻ അവസരം ഉണ്ടാവുകയുള്ളൂ. +2 കഴിഞ്ഞ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി കോഴ്സുകൾ വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ദേശീയ തലത്തിൽ ഈ സ്ഥാപനങ്ങളെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ വളരെയധികം കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു സ്ഥാപനമാണ് ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അഥവാ ജിപ്മർ എന്ന പേരിൽ പുതുച്ചേരിയിലുള്ള സ്ഥാപനം. അവിടെ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ എന്നാണ് ഈ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് നാമകരണം നൽകിയിരിക്കുന്നത്. BSc അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലേക്ക് ജിപ്മറിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ ആദ്യം വിദ്യാർത്ഥി ചെയ്യേണ്ടത് നീറ്റ് UG അഭിമുഖീകരിച്ച് യോഗ്യത നേടുക എന്നുള്ളതാണ്. ഓരോ വർഷത്തെയും നീറ്റ് UG അടിസ്ഥാനമാക്കിയാണ് അവിടെ ഏതാനും വർഷങ്ങളായി BSc അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലേക്ക് പ്രവേശനം നൽകുന്നത്. വിദ്യാർത്ഥി ജിപ്മർ അപേക്ഷ ക്ഷണിക്കുമ്പോൾ അവിടേക്ക് പ്രത്യേകം അപേക്ഷ നൽകുകയും വേണം. വളരെ മിതമായ ഫീസിൽ ഇവിടെ പഠിക്കാൻ കഴിയുന്നു എന്നതാണ് ഈ സ്ഥാപനം നടത്തുന്ന കോഴ്സുകളുടെ ഒരു നേട്ടം. ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് വെറും 1200 രൂപ മാത്രമാണ്. ഏതൊക്കെ മേഖലയിലാണ് ഇവിടെ കോഴ്സുകൾ നടക്കുന്നത് എന്ന് നോക്കിയാൽ ബാച്ചലർ ഓഫ് മെഡിക്കൽ ലബോറട്ടറി സയൻസ്, അനസ്തേഷ്യ ടെക്നോളജി ഡിഗ്രി പ്രോഗ്രാം ഉണ്ട്. അതുപോലെ ബാച്ചലർ ഓഫ് ഒപ്റ്റോമെട്രി, കാർഡിയാക് ലബോറട്ടറി ടെക്നോളജി, ഡയാലിസിസ് തെറാപ്പി ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഇൻ ബ്ലഡ് ബാങ്കിങ്, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, ന്യൂറോ ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി. ഇവയൊക്കെ തന്നെ ഡിഗ്രി പ്രോഗ്രാമുകളായി ജിപ്മറിൽ നടത്തുന്നുണ്ട്. പ്രത്യേകം പ്രവേശന പരീക്ഷയില്ല. നീറ്റ് UG യോഗ്യത നേടി വിദ്യാർത്ഥികൾക്ക് ഇവിടേക്ക് അപേക്ഷിക്കാം. ഇതുകൂടാതെ ദേശീയ തലത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വിവിധ എയിംസ് സ്ഥാപനങ്ങളിൽ നിരവധി പാരാമെഡിക്കൽ ഡിഗ്രി പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ചണ്ഡീഗറിലെ ദേശീയതല സ്ഥാപനമാണ്. ഇവിടെയും നിരവധി ഡിഗ്രി പ്രോഗ്രാംസ് പാരാമെഡിക്കൽ മേഖലയിൽ അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് സയൻസ് മേഖലയിൽ നടത്തുന്നുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ് ബാംഗ്ലൂരിലെ ദേശീയതല സ്ഥാപനമാണ്. ഇവിടെയും നിരവധി ഡിഗ്രി തല പാരാമെഡിക്കൽ പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. ഇവിടെയെല്ലാം വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്നത് പ്രവേശന പരീക്ഷകൾ വഴിയാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ഉള്ള പാരാമെഡിക്കൽ ഡിഗ്രി പ്രോഗ്രാംസ് ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ഒപ്റ്റോമെട്രി, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, ഡെൻ്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻറ്റ്, ഡെൻ്റൽ ഹൈജീൻ, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, മെഡിക്കൽ ഡയാലിസിസ് തെറാപ്പി ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യോളജി, മെഡിക്കൽ ടെക്നോളജി ഇൻ റേഡിയോഗ്രാഫി,
മെഡിക്കൽ ടെക്നോളജി ഇൻ റേഡിയോതെറാപ്പി, പെർഫ്യൂഷൻ ടെക്നോളജി, റേഡിയോളജി/റേഡിയോഗ്രാഫി ആൻഡ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, റേഡിയോതെറാപ്പി ടെക്നോളജി, എമർജൻസി മെഡിസിൻ ടെക്നീഷ്യൻ, അനസ്തേഷ്യ ടെക്നോളജി, യൂറോളജി ടെക്നോളജി, സ്ലീപ്പ് ടെക്നോളജി, റെസ്പിറേറ്ററി തെറാപ്പി, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, ഇവയെല്ലാം വിവിധ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് മെഡിക്കൽ സയൻസിലായി നടത്തുന്ന പാരാമെഡിക്കൽ ഡിഗ്രി പ്രോഗ്രാംസാണ്. പ്രവേശന പരീക്ഷ വഴിയാണ് ഇവിടെ അഡ്മിഷൻ നൽകുന്നത്. അപേക്ഷ 2 ഘട്ടമായി നടത്തണം. ബേസിക് രജിസ്ട്രേഷനും ഫൈനൽ രജിസ്ട്രേഷനും നടത്തിയാൽ മാത്രമേ ഒരു വിദ്യാർത്ഥിക്ക് പ്രവേശന പരീക്ഷ അഭിമുഖീകരിക്കാൻ കഴിയുകയുള്ളൂ. ചണ്ഡീഗറിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നടത്തുന്ന അലൈഡ് ഹെൽത്ത് സയൻസ് ഡിഗ്രി പ്രോഗ്രാംസ് ഏതൊക്കെയാണ്? ബാച്ചുലേഴ്സ് ഇൻ മെഡിക്കൽ ലബോറട്ടറി സയൻസ്, BSc മെഡിക്കൽ റേഡിയോളജി, BSc റേഡിയോ തെറാപ്പി ടെക്നോളജി, BSc ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, BSc മെഡിക്കൽ ടെക്നോളജി പെർഫ്യൂഷനിസ്റ്റ്, BSc എംബാമിംഗ് ആൻഡ് മോർച്ചറി സയൻസ്, ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി അഥവാ BASLP, BSc മെഡിക്കൽ ടെക്നോളജി ഡയാലിസിസ് തെറാപ്പി ടെക്നോളജി, ബാച്ചലർ ഓഫ് ഒപ്റ്റോമെട്രി, ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി, BSc മെഡിക്കൽ ആനിമേഷൻ ആൻഡ് ഓഡിയോ വിഷ്വൽ ക്രിയേഷൻ, ബാച്ചലർ ഓഫ് പബ്ലിക് ഹെൽത്ത്. ഇവയെല്ലാം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ചണ്ഡീഗറിലെ സ്ഥാപനമാണ് നടത്തുന്ന പാരാമെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളാണ്. പ്രവേശന പരീക്ഷ വഴിയാണ് ഇവിടെയും അഡ്മിഷൻസ് കൊടുക്കുന്നത്. ട്യൂഷൻ ഫീസ് പ്രതിവർഷം 250 രൂപ മാത്രമാണ്. അപ്പോൾ മിതമായ നിരക്കിൽ പഠിച്ച് ഒരു ബിരുദം നേടുവാൻ അവസരമൊരുക്കുന്ന ഒരു സ്ഥാപനമാണ് ചണ്ഡീഗറിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ബാംഗ്ലൂരിലെ നിംഹാൻസിൽ 3 പാരാമെഡിക്കൽ ഡിഗ്രി പ്രോഗ്രാംസാണ് ലഭ്യമായിട്ടുള്ളത്. ബാച്ചലർ ഓഫ് അനസ്തേഷ്യ ടെക്നോളജി, ബാച്ചലർ ഓഫ് റേഡിയോഗ്രാഫി, ബാച്ചലർ ഓഫ് ക്ലിനിക്കൽ ന്യൂറോ ഫിസിയോളജിക്കൽ ടെക്നോളജി. ഇവ 3മാണ് നിംഹാൻസിൽ ഉള്ള പാരാമെഡിക്കൽ ഡിഗ്രി പ്രോഗ്രാംസ്. ഇവിടെയും പ്രവേശന പരീക്ഷ വഴിയാണ് അഡ്മിഷൻസ് നടത്തുന്നത്. വിജ്ഞാപനം വരുമ്പോൾ അവിടെ അപേക്ഷിച്ച് വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിനായി ശ്രമിക്കാവുന്നതാണ്. കേരളത്തിൽ ഡിഗ്രി പ്രോഗ്രാംസുമുണ്ട്, ഡിപ്ലോമ പ്രോഗ്രാംസുമുണ്ട് പാരാമെഡിക്കൽ മേഖലയിൽ. പാരാമെഡിക്കൽ ഡിപ്ലോമ പ്രോഗ്രാംസ് ഹെൽത്ത് ഇൻസ്പെക്ടർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജി, റേഡിയോളജിക്കൽ ടെക്നോളജി, ഒഫ്താൽമിക് അസിസ്റ്റൻസ്, ഡെൻ്റൽ മെക്കാനിക്സ്, ഡെൻ്റൽ ഹൈജീനിസ്റ്റ്, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, കാർഡിയോവാസ്കുലർ ടെക്നോളജി, ന്യൂറോ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, എൻഡോസ്കോപ്പിക് ടെക്നോളജി, ഡെൻ്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻസ്, റെസ്പിറേറ്ററി ടെക്നോളജി, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നോളജി കോഴ്സ്. ഇവയൊക്കെയാണ് കേരളത്തിലെ പാരാമെഡിക്കൽ ഡിപ്ലോമ പ്രോഗ്രാംസ്. ഈ പാരാമെഡിക്കൽ ഡിപ്ലോമ പ്രോഗ്രാംസിൻ്റെ അഡ്മിഷൻസ് നടത്തുന്നത് LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. 2023 പ്രവേശനം +2 തലത്തിൽ ലഭിച്ച മാർക്ക് അടിസ്ഥാനമാക്കിയായിരുന്നു. അതിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ച് അപേക്ഷ ക്ഷണിച്ച് അലോട്ട്മെൻറ്റ് നടത്തുന്നത് LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. 2024 പ്രവേശനത്തിൻ്റെ വിശദാംശങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ കേരളത്തിൽ പാരാമെഡിക്കൽ ഡിഗ്രി പ്രോഗ്രാംസ് നിരവധി നടത്തുന്നുണ്ട്. ആ പ്രോഗ്രാംസിൽ +2 മാർക്ക് അടിസ്ഥാനമാക്കിയാണ് കേരളത്തിൽ അഡ്മിഷൻസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി പുറപ്പെടുവിക്കുന്ന വിജ്ഞാപനം പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷന് വേണ്ടി അപേക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്.